ഹലോ എരിവൺ, സമ്മിറ്റിന്റെ മാർച്ച് 2025 കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ചിലെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ടോപ്പിക് വൈസ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മൾ അതിലൊരു ചെറിയ ടോപ്പിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ബുക്സ് ആൻഡ് ഒബിച്വറീസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് ബുക്സ് ആൻഡ് ഓതേഴ്സിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് ഹാർട്ട് ലാമ്പ് എന്ന് പറഞ്ഞ ബുക്കാണ്. ഇതൊരു കന്നഡ ബുക്കാണ്. 2025 ഇന്റർനാഷണൽ ബുക്കറിന്റെ ലോങ് ലിസ്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ബുക്കാണ് ഹാർട്ട് ലാമ്പ്. സോ ഈ ബുക്ക് എഴുതിയേക്കുന്നത് കന്നഡ ഓതർ ആയിട്ടുള്ള ബാനു മുസ്താവും, പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ദീപ ബാഷ്തിയാണ്. സോ ഹാർട്ട് ലാമ്പിനെ പറ്റി അത്രയാണ് ഓർത്തിരിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ബുക്കിലേക്ക് പോവാം. അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്. കൈലാസ് സത്യാർത്ഥിയുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ദിയ സലായ് എന്ന ബുക്കാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. കൈലാസ് സത്യാർത്ഥിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. സോ ആദ്യം കൈലാസ് സത്യാർത്ഥിനെ പറ്റി നമുക്ക് നോക്കാം. സോ കൈലാസ് സത്യാർത്ഥി ആരായിരുന്നു? 2014 മലാല യൂസഫായ്ക്കൊപ്പം നോബൽ പീസ് പ്രൈസ് വിൻ ചെയ്ത ആളാണ് കൈലാസ് സത്യാർത്ഥി. ചൈൽഡ് ലേബറിനെതിരായിട്ട് ഒരുപാട് മൂവ്മെന്റ്സ് ഒക്കെ നടത്തിയ ആളാണ് കൈലാസ് സത്യാർത്ഥി. അദ്ദേഹത്തിന്റെ ഒരു ക്യാമ്പയിനാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചൈൽഡ് റൈറ്റ് ക്യാമ്പയിനാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. സോ അദ്ദേഹത്തിന്റെ ബുക്കാണ് നമ്മളിപ്പോൾ നോക്കിയത്. എന്തായിരുന്നു ബുക്കിന്റെ പേര്? ദിയ സലായ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത ബുക്ക് നോക്കാം. ജസ്റ്റിസ് PN പ്രകാശ് റിലീസസ് മെമ്മറീസ് ആൻഡ് മൈൽ സ്റ്റോൺ ഓൺ ബ്ലൂ ക്രോസ്. സോ മെമ്മറീസ് ആൻഡ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ ബുക്കാണ്. ഈ ബുക്ക് റിലീസ് ചെയ്തേക്കുന്നത് PN പ്രകാശ് ആണ്. പിന്നെ ഈ ബുക്ക് ഡോക്യുമെന്റ് ചെയ്തേക്കുന്ന ആരാണ്? വി ശ്രീറാം. സോ വി ശ്രീറാമിന്റെ ബുക്കാണ് മെമ്മറീസ് ആൻഡ് മൈൽ സ്റ്റോൺ. ഇത് ബ്ലൂ ക്രോസ് ഓഫ് ഇന്ത്യനെ പറ്റിയിട്ടുള്ള ബുക്കാണ്. സോ എന്താണ് ഈ ബ്ലൂ ക്രോസ് ഓഫ് ഇന്ത്യ നോക്കാം. ഒരു അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ ആണ്. 1964 രജിസ്റ്റർ ചെയ്ത ഒരു അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ. ചെന്നൈയിലാണ് ഇത് ബേസ് ചെയ്തത്. സ്ട്രേ ആനിമൽസ്, അതായത് ഡോഗ്സ്, ക്യാറ്റ്, അവർക്കൊക്കെ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ്, ഷെൽട്ടർ, കെയർ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ ആണ് ബ്ലൂ ക്രോസ് ഓഫ് ഇന്ത്യ. അവരുടെ കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, ലൈക്ക് അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം. അത് വേൾഡിലെ തന്നെ ആദ്യമായിട്ട് തുടങ്ങിയവരാണ് ബ്ലൂ ക്രോസ് ഓഫ് ഇന്ത്യ. ബ്ലൂ ക്രോസ് ഓഫ് ഇന്ത്യനെ പറ്റിയിട്ടുള്ള ബുക്കാണ് മെമ്മറീസ് ആൻഡ് മൈൽ സ്റ്റോൺ. അടുത്ത ബുക്ക് നോക്കാം. മാർച്ച് ഓഫ് ഗ്ലോറി. മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞ ബുക്ക് 1975 ഹോക്കി വേൾഡ് കപ്പ് വിക്ടറി അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്യപ്പെട്ട ബുക്കാണ് മാർച്ച് ഓഫ് ഗ്ലോറി. സോ ഇതിന്റെ ഓതേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. കെ അരുമുഖം, ഒരു ഹോക്കി ഹിസ്റ്റോറിയനും പിന്നെ 1000 ഹോക്കി ലെഗ്സ് എന്ന് പറഞ്ഞ ഒരു NGOന്റെ ഫൗണ്ടർ കൂടിയാണ് കെ അരുമുഖം. അദ്ദേഹവും പിന്നെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള എറോൾ ഡിക്കോസും കൂടിയാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്ന ബുക്ക്. സോ ഹോക്കി വേൾഡ് കപ്പ് റിലേറ്റഡ് ബുക്കാണ്. 1975 ഹോക്കി വേൾഡ് കപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്ന ബുക്കാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് ഓർത്തിരിക്കുക. അടുത്ത ബുക്ക് ചെന്നൈ സൂപ്പർ കിങ് ലോഞ്ച് ചെയ്ത ബുക്കാണ്. എന്താണ് ബുക്കിന്റെ പേര്? ലിയോ ദ അൺടോൾഡ് സ്റ്റോറി. സോ ലിയോ ദ അൺടോൾഡ് സ്റ്റോറി എന്ന് പറഞ്ഞ ബുക്ക് ചെന്നൈ സൂപ്പർ കിങ് ആണ് ലോഞ്ച് ചെയ്തത്. അത് നമ്മുടെ സീനിയർ അഡ്വക്കേറ്റ് ആൻഡ് ഫോമർ തമിഴ്നാടു ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള PS രാമൻ ആണ് ഓതർ ചെയ്തേക്കുന്നത്. പിന്നെ CD ഗോപിനാഥ്, ഒരു ഇന്ത്യൻ ഫോമർ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള CD ഗോപിനാഥ് ആണ് ഈ ബുക്ക് അൺവീൽ ചെയ്തത്. സോ CSKയുടെ ബുക്കാണ് ലിയോ ദ അൺടോൾഡ് സ്റ്റോറി, ഓർത്തിരിക്കുക. അടുത്തതും ഒരു ഓട്ടോബയോഗ്രഫി ആണ്. ആരുടെയാണ്? സെയ്ദ് കിർമാണി. സ്റ്റംഡ് എന്നാണ് ആ ബുക്കിന്റെ പേര്. സ്റ്റംപ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards എന്നാണ് ബുക്കിന്റെ ഫുൾ നെയിം വരുന്നത്. സെയ്ദ് കിർമാണിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. സെയ്ദ് കിർമാണി ആരാണ്? ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് വിക്കറ്റ് കീപ്പേഴ്സ് ആണ്. പിന്നെ ഈ ബുക്ക് കോദർ ചെയ്തേക്കുന്ന ആരൊക്കെയാണ്? സെയ്ദ് കിർമാണി, ദേബാശിസ് സെൻഗുപ്ത ആൻഡ് ദക്ഷേഷ് പത്തർ. ഇവർ 3 പേര് കൂടിയാണ് സ്റ്റം എന്ന് പറഞ്ഞ സെയ്ദ് കിർമാണിയുടെ ഓട്ടോബയോഗ്രഫി ഓതർ ചെയ്തേക്കുന്നത്. സോ ഇത്രയായിരുന്നു ഇമ്പോർട്ടൻറ്റ് ബുക്സ്. ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഹാർട്ട് ലാമ്പ്, അതിന്റെ ഓതർ ആരാണ്? ബാനു മുസ്താ. പിന്നെ ദിയ സലായ് എന്ന് പറഞ്ഞ ബുക്ക് കൈലാസ് സത്യാർത്ഥിയുടെ ഓട്ടോബയോഗ്രഫിയാണ് നമ്മൾ പഠിച്ചു. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മെമ്മറീസ് ആൻഡ് മൈൽ സ്റ്റോൺ, ബ്ലൂ ക്രോസ് ഓഫ് ഇന്ത്യനെ പറ്റിയിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ബുക്കാണ്. അത് വി ശ്രീറാം ആണ് ഓതർ ചെയ്തത്. പിന്നെ മാർച്ച് ഓഫ് ഗ്ലോറി, 1975 ഇന്ത്യൻ ഹോക്കി വേൾഡ് കപ്പ് വിക്ടറി ബേസ് ചെയ്തിട്ടുള്ള ബുക്കാണ് മാർച്ച് ഓഫ് ഗ്ലോറി. കെ അരുൺമുഖം ആൻഡ് എറോൾ ഡിക്രൂസ് ആണ് അതിന്റെ ഓതർ വരുന്നത്. പിന്നെ CSK ലോഞ്ച് ചെയ്ത ബുക്ക് ലിയോ ദ അൺടോൾഡ് സ്റ്റോറി, അത് PS രാമൻ ആണ് ഓതർ ചെയ്തേക്കുന്നത്.
പിന്നെ അടുത്ത നമ്മൾ ഇന്ന് പഠിച്ച രണ്ടാമത്തെ ഓട്ടോബയോഗ്രഫിയാണ് സ്റ്റംപ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ് എന്ന് പറയുന്ന ബുക്ക്. ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? സെയ്ദ് തിർമാനിയുടെ. സോ ഇത്രയാണ് മാർച്ചിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, അതായത് ഒബിച്വറി. ഫസ്റ്റ് ഡിമൈസ് വരുന്നത് ശ്രീ അനിൽ ജോഷിയുടെ ആണ്. സോ ആരാണ് അനിൽ ജോഷി? അദ്ദേഹം ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഗുജറാത്തി പോയറ്റ് ആയിരുന്നു. പിന്നെ 1990 സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറാണ് അനിൽ ജോഷി. സോ ഗുജറാത്തി പോയറ്റ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക അനിൽ ജോഷി. അടുത്തതും ഒരു പോയറ്റാണ്, ഒഡിയ പോയറ്റ് പത്മഭൂഷൺ റെസിപ്പിയന്റും ആയിട്ടുള്ള രാമകന്ത രത്ത്. സോ രാമകന്ത രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം സാഹിത്യ അക്കാദമി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് സെർവ് ചെയ്ത ആളാണ്. പിന്നെ ഒരു IAS ഓഫീസർ ആയിരുന്നു. പിന്നെ ഒഡീഷയുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ യൂണിയൻ ഗവൺമെന്റിന്റെ ഒരുപാട് കീ പൊസിഷനൊക്കെ സെർവ് ചെയ്ത ആളാണ് രാമകന്ത രത്ത്. പിന്നെ 2006 പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. പിന്നെ ഒരുപാട് അവാർഡ്സ് ലൈക്ക് സാഹിത്യ അക്കാദമി അവാർഡ് 1977, ദെൻ സരള അവാർഡ് 1984, അതുപോലെ ഒരുപാട് അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ് രാമകന്ത രത്ത്. സോ അദ്ദേഹം ആരായിരുന്നു? ഒരു ഒഡിയ പോയിറ്റ് ആണ്. അടുത്തത് ഒരു ഒഡീസി ഡാൻസർ മായാധർ റൌത്ത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം മായാധർ റൌത്ത് എന്ന് പറയുന്നത് ഒഡീസി ഡാൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ്. ഫാദർ ഓഫ് ഒഡീസി ഡാൻസ്. ഈ ഒഡീസിയിലെ സഞ്ചാരി ഭാവ, ദെൻ മുദ്ര വിനിയോഗ, രാസ തിയറി ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ കൂടിയാണ് മായാധർ റൌത്ത്. ദെൻ ഇന്ത്യയിൽ ഒഡീസി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ട് തുടങ്ങിയ ആൾ കൂടിയാണ് മായാധർ റൌത്ത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് കലാ വികാസ് കേന്ദ്ര. സോ കലാ വികാസ് കേന്ദ്രയുടെ ഫൗണ്ടിങ് മെമ്പർ കൂടിയാണ് മായാധർ റൌത്ത്, ഫാദർ ഓഫ് ഒഡീസി ഡാൻസ്. വെരി ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള കുറച്ച് അവാർഡ്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 2010 അദ്ദേഹത്തിന് ലഭിച്ച പത്മശ്രീ. അടുത്ത ഡിമൈസ് നോക്കാം, ഹിമത് ഷാ. സോ അദ്ദേഹം ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആണ്. സോ അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള എന്തിലാണ്? സ്കൾപ്ചേഴ്സ്, മോഡേൺ ആർട്ട്, ഇതിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഹിമത് ഷാ. അദ്ദേഹത്തിന് ലളിതകല അക്കാദമി നാഷണൽ അവാർഡ്, ദെൻ ബോംബെ ആർട്ട് സൊസൈറ്റി അവാർഡ്, സാഹിത്യ കലാ പരിഷത്ത് അവാർഡ്, അതുപോലെ കാളിദാസ് സമ്മാൻ മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ, അതുപോലെ ഒരുപാട് അവാർഡ് ലഭിച്ചിട്ടുള്ള ആളാണ് ഹിമത് ഷാ. ഒരു സ്കൾപ്ചററും മോഡേൺ ആർട്ടിസ്റ്റ് കൂടിയാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ബോറിസ് പാസ്കി. ബോറിസ് പാസ്കി എന്ന് പറയുന്നത് റഷ്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു. ഒരു വൺ ലൈനർ റൂംസ് ആണ്. സോ അദ്ദേഹം പാസ്ഡ് അവേ. അടുത്തത് നമ്മുടെ കേരളത്തിന്റെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള KK കൊച്ച്. ദളിത് തിങ്കറും സോഷ്യൽ ആക്ടിവിസ്റ്റും ആയിരുന്നു KK കൊച്ച്. അദ്ദേഹത്തിന്റെ ഡിമൈസ് ആണ്. KK കൊച്ച് എന്ന് പറയുമ്പോഴത്തേക്കും മലയാളത്തിൽ നിന്ന് ദളിതിൽ ആദ്യമായിട്ട് ഒരു ഓട്ടോബയോഗ്രഫി രചിച്ച ആളാണ് KK കൊച്ച്. ഫസ്റ്റ് ഓട്ടോബയോഗ്രഫി ഓഫ് എ ദളിത് ഇൻ മലയാളം. ആ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണ്? ദളിതൻ. ദളിതൻ എന്ന് പറഞ്ഞൊരു ഓട്ടോബയോഗ്രഫി രചിച്ച ആളാണ് KK കൊച്ച്. അതിലെന്താണ്? കേരളത്തിലെ ദളിത്സിന്റെ ലൈഫ്, പിന്നെ കേരളത്തിലെ കാസ്റ്റ് പൊളിറ്റിക്സ്, ഇതൊക്കെയാണ് ആ ബുക്കിൽ വരുന്നത്. പിന്നെ 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിന്നർ കൂടിയായിരുന്നു KK കൊച്ച്. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് നോട്ടബിൾ ബുക്സ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തേത് ബുദ്ധനിലേക്കുള്ള ദൂരം, പിന്നെ ദളിത് നേർക്കാഴ്ചകൾ, കലാപവും സംസ്കാരവും, ഇടതുപക്ഷമില്ലാത്ത കാലം, ഇതൊക്കെ KK കൊച്ചിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് ആണ്. സോ ഇത്രയായിരുന്നു നമ്മുടെ ഒബിച്ചറീസ് വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ബുക്സ് നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നോക്കുക. ബാക്കി ടോപ്പിക്ക് എല്ലാം നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ആക്കുന്നതാണ്. അതും കൂടി എല്ലാവരും ഒന്ന് കവർ ചെയ്യുക. താങ്ക് യു.